എല്ലാ ദിവസവും രാവിലെ 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. 2 മലക്കുകൾ. അതിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ പണം ചെലവഴിക്കുന്നവർക്ക് നീ വർദ്ധിപ്പിച്ച് നൽകണമേ, അവർ നൽകിയതിന് പകരമായി നീ പകരം വെച്ച് കൊടുക്കണമേ, അവർക്ക് നീ കൂടുതൽ നൽകണമേ. എന്നാൽ മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കുന്നത്, രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, അല്ലാഹുവേ പണം ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നീ പാപ്പരത്വം നൽകണമേ എന്നാണ്. ഇത് എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 മലക്കുകളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടണം. അഥവാ അല്ലാഹുവേ ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണമേ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നാം ചെലവഴിക്കുക. അത് കുടുംബത്തിൽ ചെലവഴിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, പാവപ്പെട്ടവർക്കും ഫക്കീറുകൾക്കും ഒക്കെ ആർക്കാണെങ്കിലും അർഹതപ്പെട്ടവർക്ക് ചെലവഴിക്കുക. നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും മാതാപിതാക്കൾക്കും ചെലവഴിക്കുകയാണെങ്കിലും ആ ഒരു സദഖയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെലവഴിക്കുക. എങ്കിൽ എല്ലാ ദിവസവും ഈ മലക്കിൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയും. അതിലൂടെ വലിയ ബറക്കത്ത് നമ്മുടെ സമ്പത്തിലുണ്ടാകും. അതേ സന്ദർഭത്തിൽ രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടാനും പാടില്ല. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് അഅതി മുംസിക്കൻ തലഫ, പിടിച്ചു വെക്കുന്നവർക്ക് പാപ്പരത്വം നൽകണമേ. അപ്പോൾ നാം ധനം ചെലവഴിക്കാതെ പിടിച്ചു വച്ചാൽ ഒരു വേള അത് പാപ്പരത്വത്തിന് കാരണമായിത്തീരും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സാധിക്കുന്നത്ര, അതെത്ര ചെറുതാണെങ്കിലും സദഖ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ഇനി എല്ലാ ദിവസവും അങ്ങനെ ചെലവഴിക്കാനില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല, അവർ ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുകയില്ല. മറിച്ച് ധനമുണ്ടായിട്ടും ചെലവഴിക്കാതെ പിടിച്ചു വെക്കുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ പാപ്പരത്വത്തിന് അർഹരായി തീരുന്നത്. ഇല്ല എങ്കിൽ ധനമുള്ളപ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് ചെലവഴിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബറക്കത്ത് നൽകുന്നതാണ്.